മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി കർണാടക കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ഉടൻ പരിഹാരം കാണുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിൽ സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും തമ്മിലുള്ള തർക്കം രൂക്ഷം. ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഉടൻ തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി ഉടൻ പരിഹാരം കാണുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കർണാടകയിലെ തർക്കം ഹൈക്കമാൻഡിന് മുന്നിലെത്തിയിരിക്കുകയാണ്. 2.5 വർഷമെന്ന ടൈം അവസ്ഥ സിദ്ധരാമയ്യ തള്ളിയതോടെയാണ് തർക്കം രൂക്ഷമായത്. 2.5 വർഷം പൂർത്തിയാകുന്നതിന് ഒരാഴ്ച മുൻപേ കസേര ഒഴിയുമെന്നായിരുന്നു 2023 മെയ് 20 അധികാരത്തിലേറുന്ന വേളയിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. 2.5 വർഷമായ നവംബർ 20 കഴിഞ്ഞിട്ടും കുലുക്കമില്ലാതായതോടെയാണ് തന്റെ പക്ഷത്തുള്ള 10 MLA-മാരെ ദില്ലിക്ക് അയച്ച് ഡി.കെ. ശിവകുമാർ കരിക്കൽ നീക്കിയത്. കൂടുതൽ MLA-മാർ ഡി.കെ. പക്ഷത്തോട് അടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കർണാടകയിലെത്തിയ മല്ലികാർജ്ജുൻ ഖർഗെ ഇരു നേതാക്കളെയും കണ്ടിരുന്നു. പിന്നാലെയാണ് പാർട്ടി നേതൃത്വം നിലപാട് പറയണമെന്ന് സിദ്ധരാമയ്യ കടുപ്പിക്കുന്നതും ഹൈക്കമാൻഡ് ഇടപെടുമെന്ന് ഖാർഗെ വ്യക്തമാക്കിയതും. പദവിയിൽ സിദ്ധരാമയ്യ കടിച്ചു തൂങ്ങുന്നതിനോട് രാഹുൽ ഗാന്ധിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. നേതൃമാറ്റത്തിൽ ശിവകുമാറിന് അനുകൂല നീക്കം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമെന്നാണ് സൂചന. ഇനിയും അവഗണിച്ചാൽ ശിവകുമാർ പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. ജനകീയനായ സിദ്ധരാമയ്യയെ പിണക്കാതെ തീരുമാനമെടുക്കണമെന്നതും ഹൈക്കമാൻഡിന് വെല്ലുവിളിയാണ്.